നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. ജൂലൈ 1 മുതൽ ഭാരതത്തിലെ പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ മാറി വരികയാണ്. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ പീനൽ കോഡിന് പകരവും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, നാഗരിക് എന്ന് പറയുമ്പോൾ സിറ്റിസൺസ്, പൗരന്മാരുടെ സുരക്ഷാ സംഹിത ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരവും ഭാരതീയ സാക്ഷ്യ അധിനിയമം എവിഡൻസ് ആക്ടിന് പകരവും നിലവിൽ വരികയാണ്. നമുക്കറിയാം, കാതലായ മാറ്റങ്ങൾ വകുപ്പുകളുടെ എണ്ണങ്ങളിലും ചില ശിക്ഷകളുടെ വ്യത്യസ്തതകളിലും ആണ് ഉണ്ടായിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഫ്രെയിം ചെയ്തു വച്ച വകുപ്പുകളിൽ ബഹുഭൂരിപക്ഷവും നമുക്ക് അതേ രീതിയിൽ പിന്തുടരേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ നിയമകാര്യ സഹമന്ത്രിയായിട്ട്, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിട്ട് ചുമതലയേറ്റ കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ ഈ കാര്യം ആദ്യമായി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. നിയമങ്ങൾ മാറുമ്പോൾ മുൻപ് ഉണ്ടായിരുന്ന നിയമങ്ങൾ കൂടി കോടതികളിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് രസം. അതായത് ജൂലൈ 1 മുതൽ രജിസ്റ്റർ ചെയ്യുന്ന ക്രിമിനൽ കേസുകളിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ശിക്ഷാവിധികളും അതിൻ്റെ വകുപ്പുകളുമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ നടത്തിപ്പ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത മുഖേനയായിരിക്കും. അതിലെ തെളിവ് നിയമങ്ങൾ ഭാരതീയ സാക്ഷ്യ അധിനിയമം അനുസരിച്ചുള്ളതായിരിക്കും. അത് ജൂലൈ 1 മുതലുള്ള കേസുകളുടെ കാര്യം. എന്നാൽ ജൂലൈ 1 മുൻപുള്ള കേസുകൾ, വർഷങ്ങളായിട്ട് കിടക്കുന്ന കേസുകളുണ്ടല്ലോ, അതിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവില്ല. അത് പഴയ രീതിയിൽ ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ബാധകമാക്കിക്കൊണ്ടുള്ള വിചാരണയിൽ തുടരും. ചുരുക്കത്തിൽ 2 തരം നിയമങ്ങളും ക്രിമിനൽ കോടതികളിൽ സജീവമായിട്ടുണ്ടാവും. ഏത് നിയമമാണ് ബാധകമാകുന്നത് എന്നത് തീരുമാനിക്കുന്നത് ഈ ജൂലൈ 1 എന്ന തീയതി ആയിരിക്കും. നമുക്ക് ഓരോ നിയമവും പിന്നീട് വിശദമായി പഠിക്കാം. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഭാരതീയ ന്യായ സംഹിതയിൽ 358 വകുപ്പുകളാണ് പുതിയതായിട്ടുള്ളത്. IPCയിലെ 511 വകുപ്പുകളിൽ നിന്ന് 358 വകുപ്പുകളായി ചുരുങ്ങിയിട്ടുണ്ട്. മൊത്തം 20 പുതിയ കുറ്റകൃത്യങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിൽ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. 33 ഇനങ്ങൾക്ക് തടവ് ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 83 കുറ്റകൃത്യങ്ങളിൽ പിഴതുക വർദ്ധിപ്പിക്കുകയും 23 കുറ്റകൃത്യങ്ങളിൽ നിർബന്ധിത മിനിമം ശിക്ഷ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. നിർബന്ധിതമായിട്ട് ഇത്ര ശിക്ഷ നൽകിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ 6 കുറ്റകൃത്യങ്ങൾക്കാണ് കമ്മ്യൂണിറ്റി സേവനം അഥവാ സാമൂഹിക സേവനം ചുമത്തിയിട്ടുള്ള 6 കുറ്റകൃത്യങ്ങളുണ്ട്. 19 വകുപ്പുകൾ റദ്ദാക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ 531 വകുപ്പുകളാണുള്ളത്. CRPCയിൽ 484 ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ വകുപ്പുകൾ കൂടി. 177 വ്യവസ്ഥകളിൽ മാറ്റമുണ്ട്. 9 പുതിയ വകുപ്പുകളും 39 ഉപവകുപ്പുകളും ഇതിലേക്ക് കൂടുതലായിട്ട് ചേർക്കുകയും ചെയ്തു. ഇതാണ് ഭാരതീയ സുരക്ഷാ സംഹിതയിൽ, നാഗരിക് സുരക്ഷാ സംഹിതയിൽ വന്ന മാറ്റം. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് അധിനിയമത്തിലുള്ളത്. 14 വകുപ്പുകൾ അസാധുവാക്കിക്കൊണ്ട് 170 വ്യവസ്ഥകളാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലുണ്ടാകുക. 167 നിയമങ്ങളാണ്, വകുപ്പുകളാണ് മുൻപുണ്ടായിരുന്ന എവിഡൻസ് ആക്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചുവടുവയ്പ്, ഇതിലൊരു പ്രധാനപ്പെട്ട ചുവടുവയ്പ് പറയുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ദേശത്തിനുമെതിരായ കുറ്റകൃത്യങ്ങൾ പ്രാധാന്യമുള്ളതായി തീർന്നു എന്നുള്ളതാണ് ഈ പുതിയ മാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്. അപ്പോൾ ജൂലൈ 1 മുതൽ പുതിയ നിയമങ്ങൾ പ്രകാരമുള്ള പുതിയ കുറ്റകൃത്യങ്ങളും പുതിയ ശിക്ഷാവിധികളും നമുക്ക് കാണാം. അതിനുവേണ്ടി നമുക്ക് ഈ 3 നിയമങ്ങളും ഇനി മുതൽ കുറേശ്ശെയായി പഠിച്ചുകൊണ്ടിരിക്കാം. നന്ദി.